കുസാറ്റിൽ 30 വർഷത്തിന് ശേഷം യൂണിയൻ പിടിച്ചു KSU. ഒറ്റയ്ക്കാണ് KSU ഇത്തവണ മത്സരിച്ചത്. ചെയർമാൻ സ്ഥാനമടക്കം KSU നേടി. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ മാത്രമായിരുന്നു KSUവിന്റെ വിജയം. സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, വിശദാംശങ്ങൾ. 31 വർഷങ്ങൾക്ക് ശേഷമാണ് കുസാറ്റിൽ KSUവിന്റെ ഒരു യൂണിയൻ എത്തുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന KSU ആണ് ഇത്തവണ ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. ഈ വിജയത്തിലുള്ള ആഹ്ലാദ പ്രകടനത്തിലാണ്, വലിയ ആവേശത്തിലാണ് KSU പ്രവർത്തകർ. ചെയർമാൻ സീറ്റ് അടക്കം നിരവധി 13 ഇടങ്ങളിലായിട്ടാണ് മത്സരം നടന്നത്. ചെയർമാൻ സീറ്റ് അടക്കം മികച്ച വിജയം നേടാൻ സാധിച്ചു. നമ്മളോടൊപ്പം ഇപ്പോൾ ചെയർമാൻ തന്നെ ചേരുന്നുണ്ട്. 31 വർഷങ്ങൾക്ക് ശേഷമാണ്. എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് KSU നടന്നു നീങ്ങിയത്? ഇപ്പോൾ എനിക്കുള്ളിലുള്ള ഇമോഷൻ സത്യം പറഞ്ഞെങ്കിൽ വാക്കുകളില്ല പറയാൻ. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് യൂണിയൻ കിട്ടിയത്. ഇന്ന് അതായത് ഇപ്പോൾ അന്ന് ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരിന്ന്, കാരണം ഇത്രയും പേര് അനുഭവിച്ച വേദനയ്ക്ക് കയ്യും കണക്കില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ എൻ്റെ കൂടെ പ്രവർത്തിച്ച പലരും ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്നില്ല. കാരണം SFIയുടെ അക്രമമാണ്. പല വിദ്യാർത്ഥികളും കഴിവുണ്ടായിട്ട് പല പരിപാടികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു യൂണിയനാണ് ഈ കഴിഞ്ഞ 31 കൊല്ലം. അപ്പോൾ എന്നും ഈ ദിവസം ഒരു ചരിത്രം വരും. കാരണം കുസാറ്റിന് ഇനി ഒരു കെട്ട കാലഘട്ടമില്ല, മറിച്ച് KSU നയിക്കുന്ന ഏറ്റവും നല്ലൊരു വിദ്യാർത്ഥി യൂണിയൻ ഇന്ന് മുതൽ കുസാറ്റിൽ ഉണ്ടാവുകയാണ്. ഈ ഒരു വർഷത്തെ മുഴുവൻ അധ്വാനമാണ് ഈ ഒരു ഇലക്ഷനിലേക്ക് എത്തിയത്. പക്ഷെ അതിലുപരി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയ പരിശ്രമത്തിലും വെറും 1-2 വോട്ടിന് പല പ്രാവശ്യം യൂണിയൻ കയ്യിൽ നിന്ന് പോകുമ്പോഴും ഏകാധിപത്യ SFI തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലാസ്സിലെ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരോടും നന്ദി. അതിലുപരി എല്ലാ കുസാറ്റിയൻസിനോടും. ഇവിടെ ഇങ്ങനൊരു യൂണിയൻ, ഈ ഒരു യൂണിയൻ ചരിത്രത്തിൻ്റെ ഭാഗമാകും. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ട യൂണിയൻ ആയിരിക്കും. അതിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒന്നിൻ്റെ പേരിലുള്ള ഒരു വേർതിരിവില്ലാത്ത വിദ്യാർത്ഥി യൂണിയനായി KSU നയിക്കുന്ന ഈ യൂണിയൻ മാറുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വലിയ ആവേശം തന്നെയാണ് ഭാഗത്തുള്ളത്. 13 ഇടങ്ങളിലേക്കാണ്, 13 സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടന്നത്. അതിൽ ചെയർമാൻ സ്ഥാനമടക്കം പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം KSUവിന് നേടാൻ സാധിച്ചു. എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു യൂണിയൻ തന്നെയായിരിക്കും ഉണ്ടാകുമെന്നാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരും പറയുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ജിബിനൊപ്പം സിജോ വിജോൺ, മീഡിയ 1.